35-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ പ്രഭാതത്തിലും ജന്തർ മന്ദറിലെ CJP സമരവേദി ചൂടുപിടിക്കുകയാണ്. ഇന്ന് സമവായ ചർച്ചയുടെ 3ാം ഘട്ടം നടക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരാവശ്യത്തിലും തങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് CJP അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ്, വിദ്യാർത്ഥികളാണ് ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ സമരവേദി നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പുറത്ത് ക്യൂവിൽ കാത്തുനിൽക്കുന്നു. അത്തരത്തിൽ സമരവേദി കൂടുതൽ സജീവമായി നിറയുകയാണ്. മാത്രമല്ല, കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തുകയും പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. അവരെല്ലാം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊരു ആവശ്യത്തിലും അംഗീകരിക്കില്ല എന്ന ഒറ്റ നിലപാടിലാണ്. മാത്രമല്ല, ഡൽഹി പോലീസിനെതിരായ അവരുടെ വികാരവും അവർ പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ ചർച്ചയിലും ഇതേ ആവശ്യം തന്നെയായിരിക്കും CJP വക്താക്കളും മുന്നോട്ട് വെക്കുക. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതാണ് ആദ്യത്തെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. മാത്രമല്ല, ഡൽഹി പോലീസ് ക്രൂരമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് മാപ്പ് പറയണം, പരസ്യമായ രീതിയിൽ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം എന്ന ആവശ്യം കൂടി CJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 5 ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ 2 ആവശ്യം ഈ പരീക്ഷാ നടത്തിപ്പ് ബന്ധപ്പെട്ടതാണ്. ഈ 5 ആവശ്യങ്ങളും ഏതു തരത്തിലാണ് കേന്ദ്രം പ്രതികരിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഇപ്പോഴും കേന്ദ്രം വഴങ്ങിയിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് മോദി ഉൾപ്പെടെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ പ്രതികരണവും അത്തരത്തിലാണ്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യുവാക്കളുടെ ആശങ്കകളും പങ്കുവെച്ച മോദി, പക്ഷേ ഇതിൽ കുറ്റക്കാരായ തന്റെ മന്ത്രിസഭയിലുള്ളവരെ കുറിച്ച് മിണ്ടുക പോലും ചെയ്തിട്ടില്ല. ആ വികാരവും CJP കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരോട് സജീവമാകാൻ പറഞ്ഞ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി നടത്തിയ പ്രസ്താവനയും CJPയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. CJP വക്താവായിട്ടുള്ള അഭിജിത് ദീപ്കെ തന്നെ ഇതിനെതിരെ പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നും ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവെക്കുന്നതും അതേ പരിഹാസത്തിന്റെ വാക്കുകൾ തന്നെയാണ്. എല്ലാ കേന്ദ്ര നീക്കത്തെയും, കേന്ദ്രത്തിന്റെ എല്ലാ സമവായ നീക്കത്തെയും തള്ളിക്കളയുന്ന ഇവർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ രാജ്യവ്യാപകമായ ഒരു സമരത്തിന് തങ്ങൾ കോപ്പുകൂട്ടും എന്ന കാര്യം കൂടി ഈ വിദ്യാർത്ഥികൾ പറയുന്നു. ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.